പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശബരിമലയിലെ വലിയൊരു വിരോധാഭാസം കാണുക. ശബരിമലയിലെ ഈ കാഴ്ച തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശബരിമലയിൽ ഇരുമുടിക്കെട്ടുമേന്തി വ്രതങ്ങളെടുത്ത് പമ്പയിൽ വന്ന് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറുന്ന റോഡ് വളരെ സുഗമമായ റോഡായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെ സുഖമായിട്ട് തീർച്ചയായിട്ടും സന്നിധാനം വരെ നടക്കാൻ, സന്നിധാനം അതായത് മരക്കൂട്ടം കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് നടക്കാൻ എന്നുള്ളതൊഴിച്ചാൽ സന്നിധാനം വരെയുള്ള ഒരു അയ്യപ്പൻ്റെ യാത്ര വളരെ സുഗമമാണ്. കാലിന് വലിയ പരിക്കില്ലാതെ കരിമല വരെ കയറി അതിന് ശേഷമാണ് ഇപ്പോൾ അല്പമെങ്കിലും കഠിനം എൻ്റെ അയ്യപ്പ എന്ന് വിളിക്കേണ്ടി വരുന്നത്. വളരെ നല്ല കാര്യം, കുഴപ്പമില്ല, സന്തോഷം. അയ്യപ്പ ഭക്തന്മാർക്ക് അധികം വേദനയില്ലാതെ ഇരുമുടിക്കെട്ടുമായി ശബരിമല കയറി 18-ാം പടി കയറി അയ്യപ്പ സ്വാമിയെ തൊഴുതിറങ്ങാൻ കഴിയുന്നു. എന്നാൽ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, ഇറക്കത്തിൽ ശബരിമലയിലെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാരെ കഠിനമായി കാലുകൾ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ആരും, ഇങ്ങനത്തെ വാർത്തകളൊന്നും ആരും എടുക്കില്ല, ആരും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തെറിവിളികൾ ഉണ്ടായിരിക്കാം, നമുക്കത് വിഷയമല്ല. നമ്മൾ പറയാനുള്ളത് പറയും. ശബരിമലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വാമി അയ്യപ്പൻ റോഡ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുന്ന പമ്പ വരെയുള്ള വഴി അയ്യപ്പന്മാരെ സംബന്ധിച്ച് ഏറെ ദുർഘടം പിടിച്ചതാണ്. ഇത്രയും തരിപ്പണമായി, അതായത് കാലിൽ ഇങ്ങനെ ചില്ല് കുത്തിക്കയറുന്നത് പോലെയാണ് സിമൻറ്റ് പാളികളും കല്ലിൻ്റെ കഷ്ണങ്ങളും കുത്തിക്കയറുന്നത്. തലവരെ നമുക്കൊരു ഞെട്ടലാണ്. ഇത് കുത്തിക്കഴിഞ്ഞാൽ തലവരെ പെരുക്കുന്ന അവസ്ഥയാണ്. അയ്യപ്പന്മാർ കയറുമ്പോൾ വലിയ പ്രശ്നമില്ല. ഇരുമുടിക്കെട്ടെല്ലാം ഇറക്കി നെയ്യഭിഷേകവും കഴിഞ്ഞ് ഇറങ്ങുന്ന അയ്യപ്പന്മാർ കഠിനമായ വേദന സഹിച്ചുകൊണ്ടാണ് പമ്പ വരെ ഇറങ്ങുന്നത്. ഈ സ്വാമി അയ്യപ്പൻ റോഡല്ലാതെ മറ്റൊരു റോഡ് അയ്യപ്പന്മാർക്ക് ഇറങ്ങാൻ ഇല്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഒന്നുകിൽ സമാന്തരമായ ഒരു റോഡ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഈ സ്വാമി അയ്യപ്പൻ റോഡ് വളരെ നല്ല രീതിയിൽ ടാർ ചെയ്ത് യാതൊരുവിധ പരിക്കുകളില്ലാതെ അയ്യപ്പന്മാർക്ക്, പ്രത്യേകിച്ച് പ്രായമായവർക്ക് നടക്കാൻ വയ്യ, കയറുന്നതിനേക്കാൾ കഠിനമാണ് ഇറക്കം എന്നുള്ളത് ഓക്കെ, സമ്മതിക്കുന്നു. കുത്തനെയുള്ള ഇറങ്ങാൻ പ്രയാസമുണ്ടാകും. പക്ഷേ റോഡ് കൂടി വളരെ മോശമായി, കരിങ്കൽ ചീളുകൾ കാലിൽ കുത്തി കയറുന്ന രീതിയിൽ മോശമായ റോഡിലൂടെ എങ്ങനെയാണ് അയ്യപ്പന്മാർ ഇറങ്ങുക? എന്തിനാണ് ഇറങ്ങുന്നത്? കയറ്റം കഴിഞ്ഞ് ഇറങ്ങുന്നത് സുഗമമായിട്ടല്ലേ ഇറങ്ങേണ്ടത്? എന്നാൽ ഈ ഇറക്കം ഏറെ ദുരിതം പിടിച്ച ഒരു ഇറക്കമായി കഴിഞ്ഞിരിക്കുന്നു. സ്വാമി അയ്യപ്പൻ റോഡ് ഏകദേശം വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. എന്നാൽ ഈ അടുത്തുണ്ടായതല്ല, വർഷങ്ങളായിട്ട് സ്വാമി അയ്യപ്പൻ റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. അയ്യപ്പന്മാർ അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളത് തുറന്നു പറയണം, അല്ലെങ്കിൽ നിങ്ങളതിനുള്ള വഴി ഉണ്ടാക്കണം. ഇത്രയും മോശമായ സ്വാമി അയ്യപ്പൻ റോഡ് ഒന്ന് സിമൻ്റ് ഇട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം നടക്കാവുന്ന രീതിയിലെങ്കിലും ഒന്ന് അവിടെ ടാർ ചെയ്യുകയല്ല, അവിടെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് എന്ത് കുഴപ്പമാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്താണ് ഇത് ചെയ്യാത്തത് എന്നും മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും ഈ വാർത്ത നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ്. ഇത് പരമാവധി ഷെയർ ചെയ്യുക. കാരണം സ്വാമി അയ്യപ്പൻ റോഡ് വഴിയുള്ള ഇറക്കം ദുരിതമാണ് എന്ന് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, ഒരുപാട് പേരുടെ അനുഭവമാണ്. ഒരുപാട് അയ്യപ്പന്മാർ വളരെ പ്രായമായവർ വളരെ ബുദ്ധിമുട്ടിയാണ്, നടക്കാൻ പോലും പറ്റാതെ ഇരുന്നിട്ടാണ് ഇറങ്ങുന്നത്. സാധാരണ മല കയറുമ്പോഴാണ് ഇരുന്നിരുന്ന് റെസ്റ്റ് എടുത്ത് ആളുകൾ കയറാറ്. എന്നാൽ മല കയറ്റം വളരെ ഈസി ആയ ഒന്നായി മാറിയിരിക്കുന്നു. കരിമല വരെ അവിടുന്ന് അങ്ങോട്ട് കല്ലും മുള്ളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ഈസി ആയിട്ടാണ് പമ്പയിൽ നിന്നുള്ള തുടക്കം. എന്നാൽ ഇറക്കം അത്യന്തം ദുഃഖകരമാണ്, അത്യന്തം കഠിനമാണ്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. പരമാവധി ഇത് ഷെയർ ചെയ്യുക, എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക. എത്തേണ്ടിടത്തൊക്കെ എത്തട്ടെ. ഈ വാർത്തയിൽ എന്തെങ്കിലും ഒരു കഴമ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അതിനെ സമീപിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് സത്യസന്ധമായ ഈ വർഷത്തെ, ഈ ഡിസംബർ മാസത്തിലെ വാർത്തയാണ്. വർഷങ്ങളായി കാണുന്ന ഒരു കാഴ്ചയാണ്. ഇതിനി മാറ്റം വന്നേ മതിയാകൂ, ഇതിനൊരു അറുതി വരുത്തിയേ മതിയാകൂ. അയ്യപ്പന്മാർ ഇറക്കത്തിൽ പോലും ഇത്രയും കണ്ണിൽ നിന്ന് വെള്ളം തെറിക്കുന്ന രീതിയിൽ അത്രയും സങ്കടപ്പെട്ട് അത്രയും ദുരിതത്തിൽ അയ്യപ്പന്മാർ ഇറങ്ങേണ്ട കാര്യമില്ല. അയ്യപ്പസ്വാമി ദർശനം കഴിഞ്ഞ് സുഗമമായിട്ടാണ് അവർ പമ്പയിലേക്ക് ഇറങ്ങേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. താങ്ക്